സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കാനുള്ള തെരഞ്ഞെടുപ്പിലേക്കാണ് നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് എപ്പോഴും പ്രാധാന്യമുള്ളതാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായ പ്രാധാന്യത്തോടെയാണ് നടക്കുന്നത്. അതിന് പ്രത്യേകമായ കാരണങ്ങളുമുണ്ട്. നമ്മുടെ സുരക്ഷിതമാകണോ? ആ കാലത്ത് മതാധിഷ്ഠിതമാകണമെന്ന അഭിപ്രായമുള്ള ചിലരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സഭ വിശദമായാണ് ഈ പ്രശ്നം ചർച്ച ചെയ്തത്. മാത്രമല്ല, ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രഗത്ഭരായ നേതാക്കളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായവും രേഖപ്പെടുത്തി. അങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാകണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒന്നാണത്. ഈ മതനിരപേക്ഷത ആ കാലത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. ഇത് പാടില്ല എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. മാത്രമല്ല, ഇതിനെതിരെ പ്രചരണം നടത്തിയവരും ഉണ്ടായിരുന്നു. ഇതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിലുള്ള മൂല്യങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്നവയാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അണിനിരുന്ന വിവിധ വിഭാഗങ്ങളുണ്ട്. വിവിധ ഭാഷക്കാർ, വിവിധ മതക്കാർ, വിവിധ സംസ്കാരമുള്ളവർ, ഇങ്ങനെ നാനാത്വത്തിൽ ഏകത്വം എന്നത് വലിയ തോതിൽ ഉയർന്നു വന്ന രാഷ്ട്രമായിരുന്നു നമ്മുടേത്. അപ്പോൾ ദേശീയ പ്രസ്ഥാനം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു. അതിലൂടെ ഉയർന്നു വന്ന ഒട്ടേറെ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളാണ് ഭരണഘടന സ്വാംശീകരിച്ചത്. ആ മൂല്യങ്ങളെല്ലാം സ്വാംശീകരിച്ച ഭരണഘടനയാണ് നമുക്കുള്ളത്. പക്ഷേ ഭരണഘടനയെ അതിനിശിതമായി വിമർശിക്കുന്ന നിലയായിരുന്നു അന്ന് ചിലരെടുത്തിരുന്നത്. അതിൻ്റെ മുൻപന്തിയിൽ നിന്നത് RSS ആയിരുന്നു. RSSൻ്റെ മുഖപത്രം ഓർഗനൈസർ ഈ ഭരണഘടനയെ അത് അംഗീകരിച്ച് 4 ദിവസം കഴിയുമ്പോൾ തന്നെ തള്ളിപ്പറയുന്ന നിലയുണ്ടായി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പണ്ഡിതർക്ക് മനുവിൻ്റെ സൂക്തങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നതായിരുന്നു ഓർഗനൈസർ ഉയർത്തിയ വിമർശനം. അതിൻ്റെ തുടർച്ചയായി സവർക്കർ മനുവിൻ്റെ നിയമങ്ങളാണ്
ഹിന്ദുവിൻ്റെ നിയമം എന്ന് പച്ചയായി പറഞ്ഞു. അതൊന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലെ പണ്ഡിതർക്ക് മനസ്സിലായില്ല എന്നതായിരുന്നു ഓർഗനൈസറുടെ ആക്ഷേപം. അപ്പോൾ ഭരണഘടനയെ അംഗീകരിച്ച നാൾ തൊട്ട് തന്നെ അതിനെതിരെ RSS പ്രവർത്തനം ആരംഭിച്ചിരുന്നു. നമുക്കറിയാം, ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, എന്തൊക്കെ കാര്യങ്ങൾ രാജ്യത്ത് സംഭവിച്ചുവെന്ന്. അതിൻ്റെ തുടർച്ചയായി സംഭവിച്ചത് നമ്മുടെ രാജ്യത്ത് ഇതിനെയെല്ലാം എതിർത്ത RSS നിയന്ത്രിക്കുന്ന BJPയുടെ കയ്യിൽ കേന്ദ്രഭരണം ലഭിക്കുന്ന അവസ്ഥയാണ്. BJPയുടെ കയ്യിൽ കേന്ദ്രഭരണം എത്തിച്ചേർന്നതിന് ഇടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്ന് നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിൻ്റെ അപജയം തന്നെയാണ്. കോൺഗ്രസിൻ്റെ പ്രശ്നം എന്തായിരുന്നു? കോൺഗ്രസ്സിൽ നേരത്തെ മതനിരപേക്ഷതയുടെ ഭാഗമായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നേതൃത്വമുണ്ടായിരുന്നു. പക്ഷേ പിന്നീടത് ദുർബലപ്പെട്ടു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മതനിരപേക്ഷതയെ അത്ര കണ്ട് അംഗീകരിക്കാത്ത നിലപാടുകാർ കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്നു. അതല്ലെങ്കിൽ വർഗീയതയോടൊരു പ്രീണന സമീപനം സ്വീകരിക്കുന്നവർ കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്നു. അവരുടെ നിലപാട് ഒരു ഘട്ടത്തിലും ഉപേക്ഷിച്ചില്ല. നിർഭാഗ്യകരമായ വശം, കോൺഗ്രസ്സിലെ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നവർ ദുർബലമായി വന്നു എന്നുള്ളതാണ്. പിന്നീട് കോൺഗ്രസ് വലിയ തോതിൽ സംഘപരിവാർ ഉയർത്തുന്ന ആശയഗതികൾ അതുമായി സമരസപ്പെട്ടു പോകുന്ന ഒരു പാർട്ടിയായി മാറി. അതിനെ എതിർത്തുകൊണ്ട് മാത്രമേ മതനിരപേക്ഷത സംരക്ഷിക്കാനാവൂ. പക്ഷേ സംഘപരിവാർ ഉയർത്തുന്ന വർഗീയ നിലപാടുകളെ എതിർക്കാത്ത ഒരു വിഭാഗമായി കോൺഗ്രസ്സുകാർ മെല്ലെ മെല്ലെ മാറുന്ന അവസ്ഥയാണ് രാജ്യത്താകെ ഉണ്ടായത്. ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. കാലം മാറുന്നു, ആളുകൾ മാറുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് കോൺഗ്രസ് നേതാവ് നരസിംഹറാവു വരുന്നു. നരസിംഹറാവുവിൻ്റെ കാലം എന്തായിരുന്നുവെന്ന് ഞാൻ പ്രത്യേകമായി പറയേണ്ടതില്ല. നമ്മുടെ രാജ്യത്തിനകത്തായാലും ലോകത്തായാലും ചില നിലപാടുകളുണ്ടായിരുന്നു. ലോകരംഗത്ത് നാം സ്വീകരിച്ച നിലപാട് ആകെ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പാലസ്തീൻ വിഷയം മാത്രം എടുത്താൽ മതി. പാലസ്തീൻ വിഷയത്തിൽ പാലസ്തീനോടൊപ്പമായിരുന്നു നമ്മൾ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ കൂടെ യാസർ അറാഫത്ത് നിൽക്കുകയായിരുന്നു. പാലസ്തീനെ മാത്രമേ നാം അംഗീകരിച്ചിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രമായിരുന്നു ഇന്ത്യ.
എവിടെയെത്തി? പിന്നെ നരസിംഹറാവുവിൻ്റെ കാലത്ത് ഇസ്രയേലിനെ അംഗീകരിക്കുന്ന നിലയിലേക്ക് എത്തി. അത് പിന്നീട് ശക്തിപ്പെട്ടു വന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നരസിംഹറാവു ആയാലും രാജീവ് ഗാന്ധി ആയാലും തുറന്നുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വങ്ങൾ വലിയ തോതിൽ ഇത്തരം കാര്യങ്ങളിൽ ദുർബലത കാണിച്ചുകൊണ്ടാണ് പോയത്. അതെവിടം വരെ? സംഘപരിവാർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അവരുടെ കയ്യാളായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമയം ഉപയോഗിക്കുന്നു. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ നിലപാടുകളങ്ങ് മാറുകയായിരുന്നു. മാറി മാറി എവിടെയെത്തി? ഈ രാജ്യത്ത് പലയിടങ്ങളിലും BJP ശക്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന പല സംസ്ഥാനങ്ങൾ BJPയുടെ ശക്തി കേന്ദ്രങ്ങളായി മാറി. ഈ കാലം ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്തുണ്ടായി. ആ പ്രശ്നങ്ങളിലൊന്നും ഒരു കൃത്യമായ നിലപാട് കോൺഗ്രസ്സിന് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതിൻ്റേതായ പൊതുവായ തകർച്ച രാജ്യത്ത് കാണാൻ നമുക്ക് സാധിക്കും. ഇന്നിപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം BJPയും കോൺഗ്രസും ഒരേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാണാൻ നമുക്ക് പറ്റും. പിന്നെ BJP എതിർക്കാതിരിക്കുക, BJPയുമായി സമരസപ്പെട്ടു പോവുക. ഇപ്പോൾ ഏറ്റവും വലിയ അഴിമതി, ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ഇലക്ട്രൽ ബോണ്ട് എന്ന പുതിയ പേരിൽ വൻ അഴിമതിക്കാണ് BJP തുടക്കം കുറിച്ചത്. ഒരു സംശയമില്ല, BJP ആണ് ചെയ്തത്. ഇലക്ട്രൽ ബോണ്ടിലെ ഏറ്റവും കൂടുതൽ തുക 8251 കോടി രൂപ BJPക്കാണ് ലഭിച്ചത്. അവരാണ് ഏറ്റവും വലിയ സംഖ്യ വാങ്ങിയവർ. പക്ഷേ അവരെ മാത്രമായി മാറ്റി നിർത്താൻ പറ്റുമോ? കൂടെ കോൺഗ്രസും ഇല്ലേ? കോൺഗ്രസ് ഒഴിഞ്ഞു നിന്നോ? കോൺഗ്രസ് 1952 കോടി രൂപയുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. BJPയുടെ അത്ര ഇല്ലെങ്കിലും 1952 കോടിയുടെ ഉടമകളായി ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായി കോൺഗ്രസ് മാറി. എന്നാൽ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരസ്യ നിലപാടെടുത്തു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല, ഇത് കൃത്യമായ അഴിമതിയാണ്. രാഷ്ട്രീയ പാർട്ടികൾ സാധാരണഗതിയിൽ ഫണ്ട് വാങ്ങുമ്പോൾ അത് ആരിൽ നിന്നുള്ള ഫണ്ട്, എത്ര ഫണ്ട് എന്നത് ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട്. അതിവിടെ മറച്ചു വെക്കുകയാണ്. അത് അഴിമതിയാണ്. ഞങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വകയായി ഒരു പൈസയും സ്വീകരിക്കില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്സിന് പറ്റിയോ? ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവിടെ നിർത്തിയില്ല. ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയായതുകൊണ്ട് ആ ഭരണഘടനാ വിരുദ്ധമായ സമീപനത്തെ ചോദ്യം ചെയ്ത് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ദീർഘസമയം വാദം കേട്ടു. ഒടുവിൽ
വിധി വന്നു. ആ വിധി ഇത് ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണ്, ഭരണഘടനാ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നിരോധിക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിൻ്റെ കസ്റ്റോഡിയനായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് എല്ലാ കണക്കും പുറത്തു വിടണമെന്ന് പറഞ്ഞു. പക്ഷേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കണക്ക് പുറത്തു വിടാൻ വല്ലാത്ത കളി. അപ്പോൾ കോടതി അലക്ഷ്യം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് CPIM കോടതിയെ തന്നെ സമീപിച്ചു. കോടതി ഇടപെട്ടു. ആ ഇടപെടലിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ശാസന SBIക്ക് കിട്ടി. എന്നിട്ട് മാറിയോ? കണക്ക് കൊടുത്തപ്പോൾ ആ കണക്കൊരു പണ്ട് പറയാറില്ലേ, കുറുക്കന് കാരാമേന കിട്ടിയ പോലെ ഒന്നും പറ്റാത്ത അവസ്ഥ. കാരണം ഇതെന്താണ് ഏതാണ് എന്ന് ആർക്കും മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ കോഡ് കൊടുക്കണം. അപ്പോൾ കോടതി വീണ്ടും ഇടപെട്ടു. അങ്ങനെയാണ് കോഡടക്കം കൊടുക്കുന്നത്. അപ്പോഴാണ് ഈ കണക്ക് പുറത്തു വന്നത്. SBI അല്ലല്ലോ ഈ കളിച്ച കളിയൊക്കെ. SBIയോട് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് സ്വാഭാവികമായും ഗവൺമെൻറ് പറഞ്ഞതിൻ്റെ ഭാഗമായല്ലേ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് കണക്ക് പുറത്തു വിടുന്നതിനെന്താ? അപ്പോൾ മറച്ചു വെക്കാനുള്ള പരമാവധി ശ്രമമാണ് നടന്നത്. ഇത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും കോൺഗ്രസ്സിന് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാകില്ല, ഇത്തരത്തിലുള്ള ഫണ്ട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയാൻ സാധിക്കുമോ? എന്തെല്ലാം കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തന്നെ BJP ഇലക്ട്രൽ ഫണ്ട് വാങ്ങുമ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ഭീമൻ DLF അവരെ കേസിൽപ്പെടുത്തി പിന്നീട് വിലപേശി അങ്ങനെ അതിൻ്റെ ഭാഗമായി വലിയ തുക ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ സംഭവങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. BJP പറഞ്ഞിരുന്നത് വലിയ അഴിമതിയും വഞ്ചനയുമാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഭീമനായ DLF നടത്തിയതെന്നാണ്. അത് 2018 2019 മുതൽ 2022 വരെയുള്ള കാലയളവിൽ BJPയുടെ കയ്യിലേക്ക് DLFൻ്റെ വക എത്തിയത് 170 കോടി രൂപയാണ്. അത് ഇലക്ട്രൽ ഫണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ വൻപിച്ച അഴിമതി, കൊടും വഞ്ചന എല്ലാം മാറി കോടതിയിൽ ഇവർക്കെതിരെ യാതൊരു തെളിവുമില്ല എന്ന സ്റ്റേറ്റ്മെൻറ്റ് BJP സർക്കാർ തന്നെ നൽകുന്ന നിലയുണ്ടായി. എന്തെല്ലാം വിചിത്രമായ കാര്യങ്ങളാണ് നടന്നത്. കേരളത്തിൽ എല്ലാവർക്കും സാന്റിയാഗോ മാർട്ടിനെ അറിയാലോ. സാന്റിയാഗോ മാർട്ടിൻ 1368 കോടി രൂപയാണ് ഈ ഇനത്തിൽ കൊടുത്തത്. കിട്ടി ആർക്ക്? കോൺഗ്രസ്സിന് 50 കോടി. കർണാടകയിൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് വരുന്നു എന്ന് കണ്ടപ്പോൾ നേരെ 50 കോടി കൊണ്ട് കൊടുത്തു. ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി കാശാക്കുകയും ചെയ്തു. ന്യായീകരിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടു. അദ്ദേഹം ജനങ്ങളോട് പറയുന്നത്, ഞാനൊരിക്കലും സാന്റിയാഗോ മാർട്ടിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല. നിങ്ങൾ വ്യക്തിപരമായി ആക്ഷേപിച്ചില്ലേ എന്നുള്ളതൊന്നും എല്ലാവരും പ്രശ്നം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാട്ടുകാർ കേട്ടതാണല്ലോ, നാട്ടുകാർക്ക് അറിയുന്നതാണല്ലോ.
എന്തൊരു നിലപാടാണ് കോൺഗ്രസിൻ്റേത്. ഇവിടെ തീരുന്നില്ല. ആന്ധ്രാപ്രദേശിൽ ഒരു BJP രാജ്യസഭാംഗമുണ്ട്. അദ്ദേഹം ഒരു വ്യവസായി കൂടിയാണ്, പ്രധാനപ്പെട്ട ഒരു വ്യവസായി, ചിന്നകുണ്ട മുനിസ്വാമി രമേശ്. അദ്ദേഹം ഒരു പ്രോജക്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു കമ്പനി ഋത്തിക് പ്രോജക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, ആ കമ്പനി BJPക്കാരനതാണ്, കുടുംബമാണ്, മറ്റുള്ളവർ എല്ലാവരും BJPക്കാരാണ്. പക്ഷേ കോൺഗ്രസിനോട് വല്ലാത്തൊരു സ്നേഹം. ഇവർ കാശില്ലാതെ ബുദ്ധിമുട്ട് കാണല്ലോ, അതുകൊണ്ട് കുറച്ച് സഹായം കോൺഗ്രസ്സിന് ഇരിക്കട്ടെ എന്ന് ഇവർക്കൊരു ധാരണ. എത്രയാണ് കൊടുത്ത്? 30 കോടി. 30 കോടി ഒരു പാർട്ടി നന്നാവട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസ്സുകാർക്ക്. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റുണ്ട് അവിടെ, അവർ ഒരു വൈദ്യുത നിലയം ഈ പറയുന്ന ഋത്തിക് പ്രോജക്റ്റിന് അനുവദിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് കോൺഗ്രസ്? എന്താണ് BJPയിൽ നിന്നുള്ള വ്യത്യാസം? ഇങ്ങനെയുള്ള നിലപാടുകളാണ് ഇവിടെ കോൺഗ്രസ് തുടർച്ചയായി സ്വീകരിച്ചു വന്നത്. എല്ലാറ്റിലും ഒരു BJP ടച്ച് കാണാം. ഇപ്പോൾ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വലിയ റാലിയും നടന്നു. എല്ലാവരും ആ അറസ്റ്റിൽ പ്രതിഷേധമുള്ള എല്ലാവരും ആ റാലിയിൽ പങ്കെടുത്തു. അത് BJPക്കുള്ള വലിയ താക്കീതായി മാറി. 20,000-ലധികം ആളുകൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് പോലീസ് നിർബന്ധിച്ചിരുന്നുവെങ്കിലും അവിടുത്തെ രാംലീല മൈതാനം ഉൾക്കൊള്ളാനാവാത്ത അത്രയും ആളുകളാണ് എത്തിച്ചേർന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വലിയ റാലിയായി മാറി. വൻ താക്കീത് BJPക്ക്. എന്നാൽ ആ റാലി അത് BJPക്ക് താക്കീത് നൽകുമ്പോൾ കോൺഗ്രസ്സിനും ഒരു പാഠമായി മാറുകയാണ്. എന്താ കാര്യം? നമ്മുടെ രാജ്യത്ത് BJPയുടെ ഗവൺമെൻറ് പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട ആളുകളെ വേട്ടയാടാൻ അവരുടെ അന്വേഷണ ഏജൻസികളെ ആകെ ഉപയോഗിക്കുക. അതിൽ ED ഉണ്ട്, CBI ഉണ്ട്, സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമുണ്ട്, ഇപ്പോൾ ഇൻകം ടാക്സ് ഉണ്ട്. പല ഏജൻസികളെയും നിർബാധം ഉപയോഗിക്കുക. ഇതിൻ്റെ ഭാഗമായി കോൺഗ്രസിന് നേരെയും ഒട്ടേറെ നടപടികളുണ്ടായിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ്സുകാർ പൊതുവിൽ സ്വീകരിച്ച സമീപനം, ഇത്തരം അന്വേഷണ ഏജൻസികൾ കോൺഗ്രസ് അല്ലാത്ത പാർട്ടികളുടെ നേരെ, BJP ഇതര പാർട്ടികളുടെ നേരെ നടപടികൾ സ്വീകരിക്കുമ്പോൾ കോൺഗ്രസ് ആ അന്വേഷണ ഏജൻസികളുടെ നടപടികളെ എതിർക്കാനല്ല പോയത്, ആ അന്വേഷണ ഏജൻസികളുടെ നടപടികളോടൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. ഈ പറയുന്ന കോൺഗ്രസ് ഇതര പാർട്ടികളെ ആക്ഷേപിക്കാനും കൂടുതൽ ശക്തമായി അവർക്കെതിരെ ആരോപണം ഉന്നയിക്കാനും BJPയുടെ അന്വേഷണ ഏജൻസി സ്വീകരിച്ച നടപടി പോരാ, കൂടുതൽ നടപടി ആവശ്യമാണ് എന്ന് പറയാനുമാണ് കോൺഗ്രസ് തയ്യാറായത്. അതിൻ്റെ ഏറ്റവും വലിയ ഇരയാണ് കെജ്രിവാൾ. എങ്ങനെയാണ് കെജ്രിവാളിൻ്റെ അടുത്തേക്ക് ED എത്തിയത്? അതിന് കാരണക്കാർ കോൺഗ്രസ്സാണ്. അവിടുത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കോൺഗ്രസ്
അവിടുത്തെ പോലീസിനൊരു ഹർജി കൊടുത്തു. അതിൻ്റെ മേലെയാണ് പോലീസ് കേസെടുക്കുന്നത്. ആ കേസാണ് ഇഡിക്ക് എത്തിച്ചേരാനുള്ള വഴിയായി മാറിയത്. അവിടെ നിന്നോ? അവിടെ ഡൽഹിയിലെ പ്രധാനപ്പെട്ട മന്ത്രി മനീഷ് സിസോദിയ, അദ്ദേഹത്തെ ഇഡി അറസ്റ്റ് ചെയ്തു. എല്ലാവരും അതിനെ എതിർക്കുകയാണ്. കോൺഗ്രസ് എതിർക്കുകയാണോ ചെയ്തത്? കോൺഗ്രസ് പറഞ്ഞു, എന്തുകൊണ്ട് കെജ്രിവാളിൻ്റെ അടുത്ത് എത്തുന്നില്ല? കെജ്രിവാളല്ലേ ഇതിന് നേതൃത്വം കൊടുത്തത്? കെജ്രിവാളിനല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? കെജ്രിവാളിനെതിരെയല്ലേ കേസ് വേണ്ടത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്? ഇതായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. ഏതായാലും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വിരുദ്ധ നീക്കത്തിനെതിരെ ലോകം തന്നെ പ്രതിഷേധിക്കുന്ന നിലയാണുണ്ടായത്. ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രങ്ങൾ ജർമ്മനിയെപ്പോലെ അമേരിക്കയെപ്പോലെയുള്ള രാഷ്ട്രങ്ങളടക്കം എതിർത്തു. ഐക്യരാഷ്ട്രസഭ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അവരുടേതായ ഒരു ആശങ്ക പങ്കുവച്ചു. ലോകം ഇന്ത്യയെ കുറ്റപ്പെടുത്തിയ അവസ്ഥ. നന്നായി കോൺഗ്രസ് ഇപ്പോഴെങ്കിലും ഇത്തരമൊരു പരിപാടിയിൽ പങ്കെടുത്തത്. മോശമൊന്നുമില്ല, കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും ആ പരിപാടിയിലുണ്ടായി. പക്ഷേ ഞങ്ങൾ നേരത്തെ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തുറന്നു പറയാമായിരുന്നു. ഏതായാലും അതിനുള്ള രാഷ്ട്രീയ ആർജവം കോൺഗ്രസിനുണ്ടായില്ല. ഇതിൽ നിന്ന് അനുഭവ പാഠം ഉൾക്കൊണ്ടാൽ നല്ലത്. പക്ഷേ കോൺഗ്രസിനെ പറ്റി അങ്ങനെയൊരു പ്രതീക്ഷ വെച്ചിരിക്കാൻ പറ്റുമോ? ഇവിടെ നമ്മുടെ കേരളത്തിൽ ഉള്ള പ്രശ്നങ്ങൾ എടുത്താൽ എന്താണ് കോൺഗ്രസും യു ഡി എഫും സ്വീകരിക്കുന്ന നില? ഒരുപാട് പ്രശ്നങ്ങളിൽ ബി ജെ പിക്ക് സമാനമായ നിലപാട് സ്വീകരിക്കുന്നത് ചൂണ്ടിക്കാണിക്കാനുണ്ട്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ച് ഇവിടുന്ന് പാർലമെൻറ്റിലേക്ക് പോയ പാർലമെൻറ്റ് അംഗങ്ങൾ നമ്മുടെ നാടിൻ്റെ വികാരത്തോടൊപ്പം നിന്നോ? ജനങ്ങളുടെ അഭിപ്രായത്തോടൊപ്പം നിന്നോ? അവർക്കതിന് പറ്റിയതേയില്ല. നമ്മുടെ നാടിനെ വലിയ തോതിൽ പുറകോട്ടടിപ്പിക്കാനുള്ള നീക്കമായിരുന്നു ബി ജെ പി ഗവൺമെൻറ് നടത്തിയത്. വലിയ നീക്കങ്ങൾ. നിർഭാഗ്യവശാൽ 2016 ശേഷം പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. നൂറ്റാണ്ടിലെ മഹാപ്രളയം, തൊട്ടു പിന്നാലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ലോകമാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി, പിന്നെ ഇടക്ക് വന്ന നിപ്പ, ഓക്കി, ഇങ്ങനെ പലതും ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് നേരിടേണ്ടതായി വന്നു. ഒരു നാടിന് താങ്ങാവുന്നതിനപ്പുറമുള്ള പ്രകൃതി ദുരന്തം. ആ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു. ആ സഹായം ചെയ്യേണ്ടത്
ഇന്ത്യ ഗവൺമെൻറ്റാണ്. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് സഹായിക്കാൻ തയ്യാറായില്ല. പ്രത്യേക പാക്കേജ് ഇത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് അനുവദിക്കേണ്ടതായിരുന്നു. അതിനും ഇന്ത്യ ഗവൺമെൻറ് തയ്യാറായില്ല. നിർഭാഗ്യകരമായൊരു വശം, ഇന്ത്യ ഗവൺമെൻറ് ഇത്തരമൊരു നിലപാടെടുത്തപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പോയ എംപിമാർ മഹാഭൂരിഭാഗം UDF എംപിമാരാണല്ലോ. അവർ ശബ്ദിക്കാൻ തയ്യാറായില്ല. അവർക്ക് മിണ്ടാട്ടമില്ല. BJPയുടെ നിലപാടിനെ തുറന്നെതിർക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതെവിടം വരെ എത്തി? കേരള ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് BJP ഗവൺമെൻറ്റിനെ ഫലത്തിൽ ന്യായീകരിക്കുന്ന നിലപാട് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുണ്ടായി. നമുക്ക് ചില രാജ്യങ്ങൾ സഹായിക്കാൻ തയ്യാറായി. ഇന്ത്യ ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല. അപ്പോഴും അതിനെതിരെ സംസാരിക്കാൻ കോൺഗ്രസോ UDFോ ഇല്ല. BJPക്ക് കേരളം തകർന്നോട്ടെ എന്നുണ്ട്. അങ്ങനെയൊരു മനോഭാവം എന്തുകൊണ്ട് UDFന് വരുന്നു? ഈ കേരളത്തെ പ്രതിനിധീകരിച്ച് വലിയ നമ്പറാണല്ലോ പാർലമെൻറ്റിലുള്ളത്. എന്തുകൊണ്ട് BJPയുടെ കേരള വിരുദ്ധ നിലപാടിനെ വിമർശിക്കാൻ UDFന് സാധിക്കുന്നില്ല? ആ ഘട്ടത്തിലല്ല ഇപ്പോൾ അവസാനമടക്കം സ്വീകരിച്ച നിലപാട് UDF കേന്ദ്ര ഗവൺമെൻറ്റിനെ പരോക്ഷമായി ന്യായീകരിക്കലായിരുന്നു. ഇപ്പോൾ നമ്മുടെ രാജ്യം വലിയ തോതിൽ BJP ഇതര സർക്കാരുകളെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന എല്ലാവർക്കും അറിയാം. അതിലേറ്റവും കടുത്ത ദ്രോഹമാണ് കേരളത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കേന്ദ്ര ധനമന്ത്രി കഴിഞ്ഞ ദിവസം വന്ന് കേരളത്തെ ആക്ഷേപിച്ചൊരു പ്രസ്താവന നടത്തി. അവർ പറഞ്ഞത് ഇവിടെ സമ്പദ് വ്യവസ്ഥ വളരെ മോശമാണ്, കടം വാങ്ങിയാണ് നിലനിൽക്കുന്നത്. നമ്മൾ കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് ₹1 നാം ചെലവഴിക്കുമ്പോൾ അതിൽ 75 പൈസ സംസ്ഥാനത്തിന് തനത് വരുമാനമാണ്. 25 പൈസ മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് വകയായിട്ടുള്ളത്. ഇത് അടുത്ത വർഷമാകുമ്പോൾ ഈ 75 പൈസ എന്നത് 81 പൈസയായിട്ട് വർദ്ധിക്കും സംസ്ഥാനത്തിൻ്റെ വിഹിതം. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റേത് 25 നിന്ന് 19 പൈസയായി ചുരുങ്ങും. ഇതെല്ലാവരുടെയും ഇങ്ങനെയാണോ? വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളെടുത്താൽ അവർ ₹1 ചെലവഴിക്കുമ്പോൾ 80 പൈസ കേന്ദ്രത്തിൻ്റെതാണ്, 20 പൈസ മാത്രമാണ് ആ സംസ്ഥാനത്തിൻ്റേത്. ഇത്ര കടുത്ത വിവേചനമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ഭവന പദ്ധതി, ക്ഷേമ പെൻഷൻ
ഇൻഷുറൻസ് പദ്ധതികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്താൽ സംസ്ഥാന സർക്കാരാണ് അതിൽ 90% വഹിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണല്ലോ. കേന്ദ്രം വഹിക്കുന്നത് 10% താഴെയാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷൻ നൽകാൻ ഒരു വർഷം 11,000 കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലുണ്ടാവണം. ഇവിടെ സർക്കാരിൻ്റെ കയ്യിൽ കാശെത്താതിരിക്കുക, അത് തടയുക, അതിനുള്ള നടപടിയാണല്ലോ അവസാനം സ്വീകരിച്ചത്. നമ്മുടെ നാടിനെ എങ്ങനെയൊക്കെ ശ്വാസം മുട്ടിക്കാൻ പറ്റും, ഇതാണ് ഇവിടെ ശ്രമിച്ചത് എന്നത് ഗൗരവമായി നാം കാണണം. നമ്മുടെ നാട് ഇതിനെല്ലാം ഭാഗമായി തകർന്നു പോകും എന്നാണ് ഇവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നാം തകരുകയല്ല ചെയ്തത്. നമ്മൾ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു, തലയിൽ കൈവച്ച് കരഞ്ഞിരിക്കാൻ നമുക്ക് പറ്റില്ല, നമ്മുടെ നാട് അതിജീവിച്ചേ മതിയാവും, നമുക്ക് അതിജീവിക്കണം. നാടും ജനങ്ങളും ഒറ്റക്കെട്ടായി അണിനിരന്നതിൻ്റെ ഭാഗമായാണ് ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. കേരളത്തെ നോക്കി ലോകം ആശ്ചര്യപ്പെട്ടു. എങ്ങനെയാണ് ഇതുപോലൊരു ചെറിയ സംസ്ഥാനം ഇത്ര വലിയ തോതിൽ കരകയറി വന്നത് എന്നത് അവരെയെല്ലാം ആശ്ചര്യപ്പെടുത്തി. അതിന് കാരണം കേരളത്തിലെ ജനങ്ങളാണ്. ജനങ്ങളുടെ ഒരുമയും ഐക്യവും ഏത് പ്രതിസന്ധിയെയും നേരിടാനും അതിജീവിക്കാനുമുള്ള ആ മനോഭാവത്തിലൂടെ ഉയർന്നു വന്ന കരുത്ത്, അതിൻ്റെ ഭാഗമായാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഇവിടെ ധനമന്ത്രി പറയാത്തൊരു കണക്കുണ്ട്. അവർ രാജ്യം എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യ രാജ്യം ഇന്ന് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളൊരു രാജ്യമാണ്. നമ്മുടെ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ 107-ാം സ്ഥാനത്താണ് നമ്മൾ കിടക്കുന്നത്. ഇവിടെ പിന്നെയുള്ളത് 14 രാഷ്ട്രങ്ങൾ മാത്രമാണ് ആ പട്ടികയിൽ. അത്രമാത്രം പിറകിലാണ് നമ്മൾ. ഈ 107 108-ൽ നിന്ന് 107 ആയതല്ല കേട്ടോ, 55-ൽ നിന്നാണ് 107-ലേക്ക് പോയത്. നിങ്ങളുടെ സാമ്പത്തിക നയം എവിടെ രാജ്യത്തെ എത്തിച്ചു എന്നാണ് കാണേണ്ടത്. നിങ്ങൾക്ക് കോർപ്പറേറ്റുകളെക്കുറിച്ച് മാത്രമേ ചിന്തയുണ്ടായിട്ടുള്ളൂ. ഓരോ വർഷവും 2 ലക്ഷം കോടിയോളം രൂപയാണ് എഴുതി തള്ളുന്നത് കോർപ്പറേറ്റുകളുടെ നികുതി ഇനത്തിൽ. കഴിഞ്ഞൊരു 10 വർഷമായല്ലോ കേന്ദ്ര ഗവൺമെൻറ് BJPയുടെ നേതൃത്വത്തിൽ. ഇതിൽ 9 വർഷത്തെ കണക്കെടുത്താൽ 15 ലക്ഷത്തോളം കോടി രൂപയാണ് 15 ലക്ഷം കോടി രൂപയാണ് എഴുതി തള്ളിയത്. ഏത് കോർപ്പറേറ്റുകൾ എടുത്ത വായ്പയാണ് അതിൽ പലതും. ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളൊരു ഭരണമാണ്, ജനങ്ങൾക്ക് വേണ്ടിയല്ല. സമ്പന്നരെ അതിസമ്പന്നരാക്കുക, പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുക. ഇതാണ് നമ്മുടെ രാജ്യത്തുണ്ടായത് BJP ഭരണത്തിന് കീഴിൽ. അത്തരം കാര്യങ്ങൾ വിമർശിക്കാൻ UDF ഒരു ഘട്ടത്തിലും തയ്യാറല്ല. അവർ BJP ഗവൺമെൻറ് ദ്രോഹിക്കുന്ന കേരളത്തെ ആക്ഷേപിക്കുന്നതിനാണ് വലിയ താല്പര്യം കാണിച്ചത്. ഇത്
നാം ശരിയായ രീതിയിൽ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്ത് യുവാക്കളുടെ തൊഴിലുമായി ബന്ധപ്പെട്ടെടുത്താൽ കേരളം അഭിമാനകരമായ നിലയിലാണ് നിൽക്കുന്നത്. കേരളത്തിലെ PSC ഇവിടെ 1,38,000. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ നിയമന കണക്കെടുത്താൽ മധ്യപ്രദേശ് 4,590, മഹാരാഷ്ട്ര 11,535, ഗുജറാത്ത് 8,890. ഇവിടെ കാണേണ്ടത് ഇതെല്ലാം കൂടിയാലും കേരളത്തിൻ്റെ അത്ര എത്തില്ല. ഒരു സംസ്ഥാനത്തെ നിയമനത്തിൻ്റെ അത്ര ഈ പറഞ്ഞ സംസ്ഥാനങ്ങളുടെ എല്ലാ തുകയും കൂട്ടിയാലെത്തില്ല. ഇപ്പോൾ റെയിൽവേയിലും അതുപോലുള്ള മറ്റ് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർവീസ്, അവിടെയെല്ലാം നോക്കിയാൽ ലക്ഷക്കണക്കിന് തസ്തികകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ഇവരാണ് യുവാക്കളുടെ തൊഴിലിനെ പറ്റി പറയുന്നത്. നമ്മുടെ രാജ്യം എല്ലാ രീതിയിലും തകർക്കുന്ന നടപടിയാണ് BJP ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇവിടെ UDF ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഞാനിപ്പോൾ വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി മറ്റൊരു പരിപാടിയിൽ കൂടി പോകേണ്ടതായതുകൊണ്ട് ഇവിടെ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ കോൺഗ്രസ്സിന് മിണ്ടാട്ടമില്ല. ഏക സിവിൽ കോഡ് അപ്പോൾ സാങ്കേതികമായി എതിർത്തു എന്ന് പറയാം, മാറിപ്പോയി. പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ളൊരു കാര്യം ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. RSS ആണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന അപേക്ഷ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് അതിനോടൊപ്പം വെക്കണം. അത് RSS ആണ് നൽകുന്നത്. എങ്ങനെയുണ്ടാവും കാര്യങ്ങൾ? എന്താണ് ഉദ്ദേശം? നേരത്തെ പറഞ്ഞല്ലോ, പൂജാരിമാർക്ക് കൊടുക്കാമെന്ന്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് RSSൻ്റെ ഒരു സംഘടന ഈ പറയുന്ന പണിയെടുക്കുന്നത്. എല്ലാ വിശദാംശവും പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പൗരത്വ നിയമത്തെപ്പറ്റി, ആ ഭേദഗതിയെപ്പറ്റി ഇതേവരെ കോൺഗ്രസ് ഒരക്ഷരം പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിലും ഇതേ നില തന്നെയാണ്. സാങ്കേതികമായി എതിർത്തു എന്ന് പറയാം, പക്ഷേ എതിർക്കേണ്ട ഘട്ടത്തിൽ കണ്ടിട്ടില്ല. പാർലമെൻറ്റിൽ ഒരു മൂലയിൽ പോയി ഒളിക്കുന്ന നിലയാണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. ഇപ്പം നമ്മുടെ രാജ്യത്ത് പാസ്സാക്കിയിട്ടുള്ള NIA ഭേദഗതി നിയമം കോൺഗ്രസ് എതിർക്കാൻ തയ്യാറായോ? UAPA ഭേദഗതി നിയമം എല്ലാം ആരെയാണ് ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തമല്ലേ? കോൺഗ്രസ് BJPയുടെ കൂടെയായിരുന്നു ആ നിയമം പാസ്സാക്കുന്നതിൽ. ഒരു കരി നിയമം അത് കൂടുതൽ കരി നിയമമാക്കാൻ, ശക്തിപ്പെടുത്താൻ നടപടികളെടുത്തപ്പോൾ ഇതാണ് നാം കാണേണ്ടത്. ഈ കാര്യങ്ങളിലെല്ലാം കേരളത്തിൽ നിന്ന് പോയ UDF MPമാർ വലിയ തോതിൽ കോൺഗ്രസിൻ്റെ നിലപാടിലാണ് നിന്നത്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ MPമാരടക്കം കോൺഗ്രസുമായി യോജിച്ച് പല കാര്യങ്ങളിലും നേരെ ചൊവ്വയുള്ള നിലപാട് സ്വീകരിക്കാതെയാണ് ഇരുന്നത്. ഇതാണ് UDF MPമാരുടെ അനുഭവം. ഇത് നാം കാണേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിലപാടുകളാണ് പ്രധാനം. അതിൻ്റെ ഭാഗമായി LDF ഇവിടെ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി സഖാവ് വസീഫ്, അദ്ദേഹത്തെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം. നിലപാടുകളിൽ ഒരു തരത്തിലുള്ള ചാഞ്ചാട്ടവും ഉണ്ടാകില്ല. ഈ രാജ്യം നേരിട്ട ഒട്ടേറെ പ്രശ്നങ്ങളിൽ കൃത്യമായ
നിലപാട് സ്വീകരിച്ച് നാടിനോടൊപ്പം നിന്ന, വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുത്ത യുവജന നേതാവാണ് സഖാവ് വസീം. ഇതാണ് ഇന്നത്തെ കാലത്ത് ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് സഖാവ് വി വസീഫിനെ അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിൽ കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.